പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. IRSന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. IRSന്റെ പഴയകാല പ്രിൻസിപ്പൽമാരെയും മറ്റ് വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ കൂടെയുള്ളത് ഏകദേശം 14 വർഷത്തോളമായിട്ട് IRSന്റെ മുക്കും മൂലയും ചൂരും അറിഞ്ഞും കൊണ്ടും അനുഭവിച്ചും നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹാരിസ് ബാബു എന്നാണ്. ഇന്നത്തെ IRSന്റെ ഡയറക്ടറായിട്ടുള്ള ഹാരിസ് ബാബു സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. സർ, നമ്മുടെ ഇർസ മെഗാ അലുമിനിയം മീറ്റ് ഏകദേശം ഓഗസ്റ്റ് 9 അടുത്ത് കഴിഞ്ഞു നമ്മള്. അപ്പോ ഈ അടുത്ത ഘട്ടത്തില് ഇപ്പൊ ഏറ്റവും ന്യൂജനായിട്ട് നിൽക്കുന്ന പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊക്കെ പറയാം നമുക്ക്. സാറ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് 2011 അല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? 2011 ഞാനിവിടെ വരുന്നത് നമ്മുടെ ട്രസ്റ്റ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സലാംക്ക. അദ്ദേഹത്തിന്റെ ഷോപ്പുണ്ട് പിന്നെ പെരിന്തൽമണ്ണയിൽ പരവതാനി. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹമാണ് എന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്നത്. അങ്ങനെ സിദ്ദീഖ് സാറ് മുഖേനയാണ് ഞാനിവിടെ എത്തുന്നത്. സിദ്ദീഖ് സാറാണ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിട്ടാണ് കടന്നു വരുന്നത്. 13 കുട്ടികളായിരുന്നു ആ സമയത്ത് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായിരുന്നത്. അത് ശരി, ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. പിറ്റത്തെ വർഷം അത് 72 കുട്ടികളായി. അങ്ങനെ പിന്നെ ഒരു 13 ബാച്ചുകൾ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ നമ്മൾ പാസ് ഔട്ടായി വന്നു. ഏതൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അന്ന്? 13 കുട്ടികൾ കൊമേഴ്സ് ടീമിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അംഗീകാരം കിട്ടിയത് കുറച്ച് ലേറ്റ് ആയതായിരുന്നു. അപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വർഷം സിദ്ദീഖ് സാറുടെ നേതൃത്വത്തിലാണ് പിന്നെ നടന്നത്. എങ്കിലും സെക്കൻഡ് വർഷമാണ് ഞാൻ കടന്നു വരുന്നത്. 2010 നമുക്ക് ഹയർ സെക്കൻഡറി അംഗീകാരം കിട്ടുന്നത്. ഞാൻ വരുന്നത് 2011. അപ്പൊ അങ്ങനെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും IRSന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും പറയപ്പെടുന്ന ഒരു നാഴികക്കല്ലായിട്ട് തന്നെ ഹയർ സെക്കൻഡറിയെ നമുക്ക് കാണാം അല്ലെ? അതിനൊരു അനുമതി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു IRSന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അതായത് കുറെ കാലങ്ങളായിട്ടുള്ള കുറെ അധ്യാപകര് എല്ലാവരും നിലനിൽക്കുന്ന സമയത്താണോ സാറിന്റെ വരവ്? എങ്ങനെയായിരുന്നു? ഞാൻ വന്നപ്പോ മൊത്തത്തില് IRSന് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ വന്ന ഒരു സമയത്ത് ഒരു ബിലോ 400 സ്റ്റുഡൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 20-23 സ്റ്റാഫുമുള്ള 2 വാഹനങ്ങളുള്ള ഒരു IRS ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി വരുന്നതോടുകൂടി സ്ട്രെങ്ത്തിൽ കാര്യമായിട്ട് മാറ്റം ഉണ്ടാവുകയും പിന്നെ ഹയർ സെക്കൻഡറി ഒരു വേള അത് നിർത്തിവെക്കാൻ വരെ ചിന്തിക്കേണ്ട, കാരണം ലാബുകളുടെ പിന്നെ വേണം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഒരു സയൻസ് ബാച്ച് നിലനിൽക്കണമെങ്കിൽ മിനിമം 5 ലാബുകളെങ്കിലും വേണം. ഈ ലാബുകളുടെ അസൗകര്യവും അതിൻ്റെ കുറവും പിന്നെ വാഹനങ്ങൾ വാങ്ങിക്കലും ഒക്കെ വലിയൊരു പ്രതിസന്ധി മുന്നിൽ വന്നു. പക്ഷെ അതിനൊക്കെ വളരെ ധീരമായിട്ടാണ് അന്ന് നമ്മുടെ ട്രസ്റ്റ് അതിനെ നേരിട്ടതും. അത് വല്ലാത്തൊരു സപ്പോർട്ടായിരുന്നു എനിക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന്. അവരെ മുന്നിൽ വെച്ചപ്പോൾ വളരെ ധൈര്യപൂർവ്വം അവരത് ഏറ്റെടുക്കുകയും ആ ചാലഞ്ച് ഏറ്റെടുക്കുകയും പിന്നെ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകാനത് സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ഏകദേശം 1000-ഓളം കുട്ടികൾ IRSൽ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം അത് ഏകദേശം ഹാരിസ് സാർ വന്നതിന് ശേഷം ഉണ്ടായതാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രയത്നങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഞാൻ ആദ്യമായിട്ട് വരുന്നതൊരു പിന്നെ ഒരു വാർഷികാഘോഷ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. IRSൽ വരുന്നത്. അന്ന് ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളാണ്. അതിൽ അല്പസമയമെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ആ വാർഷികത്തിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ട്രസ്റ്റിലുള്ള കുറേ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, ഇവരെല്ലാവരുടെയും റോള് മുന്നോട്ടുള്ള സ്റ്റാഫിൻ്റെ പ്രത്യേകം എടുത്തു പറയണം. എല്ലാവരുടെയും റോള് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയപ്പെട്ട ചില പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ, ഞാൻ എന്ത് തന്നെ അവരെ മുമ്പിലിട്ടാലും അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഫിനാൻഷ്യലിയും അല്ലാതെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു ഗുണമായിട്ടാണ് ഉണ്ടായിരുന്നത്.
ഇത്രയും വരെ എത്തിയതിൽ എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ കഴിയില്ല. വളരെ സപ്പോർട്ടീവാണ് അത്തരം ചില ആളുകൾ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇർസ എന്ന് പറയാം അല്ലെ. ഇർസയുടെ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ വരാൻ തന്നെ കാരണം അവരുടെയൊക്കെ ഒരു നല്ല മനസ്സാണ് എല്ലാവരും ഏറ്റെടുത്ത് നടത്തുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഹാരിസ് സാറ് വന്നതിന് ശേഷമായിരിക്കും ഈ കുട്ടികളെ പൊതുവില് ഒരു കലോത്സവ വേദികളിലൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുകയെന്ന് തോന്നുന്നു. അതിന്റെ മുന്നേ അങ്ങനെ ഒരു കലോത്സവങ്ങളിലും സ്പോർട്സിലൊക്കെ IRSൽ ഹോസ്റ്റൽ ഉണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് അവര് തിളങ്ങി നിന്നിരുന്നു എന്നാണ്. അതല്ല, അത് IRSൽ മാത്രം ഒതുങ്ങിയിരുന്ന കാര്യമായിരുന്നു. IRSന്റെ പുറത്തേക്ക് മറ്റു സ്ഥാപനങ്ങളിലേക്ക് ഇപ്പൊ ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു കലോത്സവം അല്ലെങ്കിൽ അത്തരം രൂപത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായത് അത് ഇത്തരത്തിലുള്ള കലാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, സ്പോർട്സ് ആവട്ടെ, മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആവട്ടെ, ഇതിലൊക്കെ നമുക്ക് നന്നായിട്ട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതില് പ്രത്യേകിച്ച് അതില് കുറെ സ്റ്റാഫിനെയൊക്കെ പുറമെന്ന് ഹയർ ചെയ്തുകൊണ്ടും ഒക്കെ നമുക്കതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മുന്നേറ്റങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ എടുത്തു പറയാൻ പറ്റിയത് സാർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? എടുത്തു പറയേണ്ടുന്ന ഈ പിന്നെ IRSനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഷനിലും മിഷനിലും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് IRSന്ന് പുറത്തിറങ്ങുന്ന ഓരോ കുട്ടിയും എന്തെങ്കിലും ഒരു സ്കില്ല് ഉള്ളവരായിരിക്കും എന്നതാണ്. ഓരോ വർഷവും നമ്മൾ അത് കണ്ടെത്തി അവരെ ഓരോ കുട്ടിയും മാർക്കത്തിൽ പര്യാപ്തമാക്കുക എന്നുള്ള ഒരു റോളാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് വലിയ ആനന്ദം കിട്ടുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവിടെ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും എന്തൊരു ഇതാണെങ്കിലും കുട്ടികൾ തന്നെ അതിൽ സ്കിൽഡ് ആയ കുട്ടികളുണ്ടാവും. അത് വളരെ വലിയ ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 400 കുട്ടികൾ ആണ് സാറ് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ അത് 1000-ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. വലിയൊരു പിന്നെ എന്താ പറയാ വികസനം എന്ന് തന്നെ പറയാം അല്ലെ, ആ ഒരു രൂപത്തിൽ പറഞ്ഞാല്. അപ്പോൾ ആ ഒരു യാത്ര ഉണ്ടല്ലോ, സാറ് വന്ന കാലഘട്ടം ഇപ്പൊ നിൽക്കുന്ന കാലഘട്ടം, ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? യാത്ര പിന്നെ ഒരു സഡൻ ഒരു ഇതല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു ഗ്രാജുവലി അതേ IRSനെ സംബന്ധിച്ചിടത്തോളം അതേ പോസിബിൾ ആവുകയും ചെയ്യുള്ളൂ. പെട്ടെന്നുള്ളൊരു സഡൻ സ്ട്രെങ്ത് വർദ്ധിക്കലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അതിനെയോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ നമുക്കില്ല. കാരണം പല ഘടകങ്ങൾ അതിൽ അസൗകര്യങ്ങൾ ഒരിടത്ത് ബസ്സിന്റെ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ അസൗകര്യങ്ങൾ മാത്രമല്ലല്ലോ, എല്ലായിടത്തും നമ്മൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ ഗ്രാജുവലി ഉള്ള ഒരു ഡെവലപ്മെന്റേ നമുക്ക് പോസിബിൾ ആവും. തീർച്ചയായിട്ടും ആ ഒരു വർഷം മുതൽക്ക് ഓരോ വർഷവും 40-50 കുട്ടികളെ വെച്ച് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷമാണ് ഏകദേശം വലിയൊരു ഹൈക്ക് നമുക്ക് അതിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 100-150ഓളം കുട്ടികൾ സ്ഥാപനത്തിലധികം വർദ്ധിച്ചത് ഈ ഒരു വർഷമാണ്. ആ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തെടുത്ത് അത്തരം ടീച്ചേഴ്സിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെസ്, പിന്നെ എന്താ പറയാ കുട്ടികളുടെ കോഡിംഗ് ലെവല് വർദ്ധിപ്പിക്കുന്നതിനുള്ള AI രൂപത്തില് നമ്മുടെ ലോകം തന്നെ വളർന്നു കഴിഞ്ഞു, AIയിലേക്ക് മാറി. ആ ഒരു രൂപത്തിലുള്ള ക്ലാസ്സുകളും പദ്ധതികളും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? അതിപ്പോ 2-3 വർഷമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു ശതമാനം രക്ഷിതാക്കളും കുട്ടികളും അതിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പൊ കരാട്ടെ ആവട്ടെ, സ്കേറ്റിംഗ് ആവട്ടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കോഡിംഗ് ആവട്ടെ, മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ഏകദേശം 10-13ഓളം സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു അക്കാഡമിക് സ്റ്റഡീസിനപ്പുറം ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും കൂടിയും സ്ഥാപനത്തിൽ IRSൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇർസ വന്നു. ഇർസയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഭാവിയിൽ IRSന് വേണ്ടിയിട്ട് IRSന്റെ വളർച്ചക്ക് ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ? നിലവില് IRSനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന ഒരു സമയത്തും എന്റെ മനസ്സിൽ ഞാനൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തിരുന്നത് ഒരു 1200 കുട്ടികളുള്ള ഒരു IRS എന്നതായിരുന്നു. അതാണ് പിന്നെ ഈ ഒരു നിലവിലുള്ള പിന്നെ ലാൻഡ് ഉപയോഗിച്ച് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2027 അത് ബ്രേക്ക് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു സ്വപ്നം. ആ 2027 IRSനെ സംബന്ധിച്ചിടത്തോളം
വിശേഷപ്പെട്ട ഒരു വർഷം കൂടാണ്, ഒരു ഗോൾഡൻ ജൂബിലി ഇയറും കൂടിയാണ്. ആ 50 ഒരു years വർഷം ആയിരുന്നു 50 അല്ലേ? years ആ ഒരു വർഷം ആവുമ്പോഴേക്കും ആ ഒരു പിന്നെ 1200 കുട്ടികളും പിന്നെ 15ഓളം വാഹനങ്ങളുള്ള ഒരു IRS ആയി മാറണം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു എയിം. അതിൽ ഇപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളും നമ്മുടെ അഭ്യുദയകാംക്ഷികളും ആവശ്യപ്പെടുന്ന സംഗതി ഹോസ്റ്റൽ തിരിച്ചു വരണം എന്നുള്ളതാണ്. ഈ ഹോസ്റ്റൽ തിരിച്ചു വരുമ്പോഴാണ് ആ റെസിഡൻഷ്യൽ എന്നുള്ളതിന് ഒരു തീർച്ചയായിട്ടും ഒരു ഇതുള്ളൂ. ഇപ്പോഴും ധാരാളം കുട്ടികൾ ലക്ഷദ്വീപിൽ നിന്ന് ഉൾപ്പെടെ ഒരു 200-അധികം കോളുകൾ ഒരു വർഷം ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് തിരിച്ചു വരികയാണെങ്കിൽ IRSനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ആവും എന്ന് തന്നെയാണ്. IRSൽ അത് വേണമെന്ന് ഇപ്പോഴും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് പിന്നെ നമ്മുടെ ജില്ലക്ക് പുറത്തും ഉള്ള ആളുകൾ നിരന്തരം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് IRSൽ അതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഇത് അൽഫജറിൽ ഇപ്പൊ നമ്മൾ ഹോസ്റ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഈ അൽഫജർ ഇപ്പൊ അത് IRSൽ ഹോസ്റ്റലായിട്ട് ആണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ ആ ഇഫ്ലു പഠനം അല്ലാതെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്ട്രെങ്ത് നമുക്ക് പിടിച്ചാൽ കിട്ടൂല, അത്രയും സ്ട്രെങ്ത് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റെസിഡൻഷ്യൽ സംവിധാനം തിരിച്ചു വരണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹം. തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹം, ആ ഒരു മോഹം പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഈ സ്കൂളിന്റെ ഡയറക്ടർ എന്ന നിലക്ക് ഹാരിസ് സാർക്കും അതുപോലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റ് സ്കൂളിനെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ 2027 നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞ് നമുക്ക് കാണാം. താങ്ക് യു, ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് സഹകരിച്ചതിന് ഒത്തിരി നന്ദി, സ്നേഹം.